അഡ്വക്കേറ്റ് ഷുക്കൂർ വക്കീല്, അഭിനന്ദനവും കിട്ടിയിട്ടുണ്ട്, ആക്രമണവും കിട്ടിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. ഇപ്പൊ കുറച്ച് കുറവാണല്ലേ? നമ്മളെ ഒന്ന്, ഞാൻ പുരുഷനെന്നുള്ളൊരു പ്രിവിലേജ് സമൂഹത്തിലുണ്ടല്ലോ. സ്വാഭാവികമായിട്ടും സ്ത്രീകളോ ട്രാൻസ്ജെൻഡറോ അനുഭവിക്കുന്ന ഒരു ട്രോമ ആണുങ്ങൾ അനുഭവിക്കാറില്ല. അത് നമ്മളെ പക്ഷെ നമ്മളെ കുടുംബം, നമ്മുടെ ഭാര്യ, മക്കള്, അതുപോലെ വീട്ടിലെ സ്ത്രീകളൊക്കെ ഇതിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ അനുഭവിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് അവഗണിക്കാനുള്ളൊരു മാനസികമായ നില തയ്യാറായതുകൊണ്ട് ഇത് അവഗണിക്കുന്ന പതിവാണ് ഉണ്ടാകുക. ഒരുപാട് ഇപ്പോഴും ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് സ്ത്രീകളൊക്കെ വരുന്നുണ്ട്. വയനാട്ടിലെ DCC പ്രസിഡന്റ് ആത്മഹത്യ ചെയ്യുന്നുണ്ടായ DCC ട്രഷറർ ആത്മഹത്യ ചെയ്യുമായി ബന്ധപ്പെട്ട് എഴുതിയ പോസ്റ്റർ താഴെപ്പോഴും പച്ചത്തെറി വിളിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളത് അവഗണിക്കുകയാണ് ചെയ്യുക. പക്ഷെ നമ്മളൊരു പ്രധാനപ്പെട്ട സംഗതി, ഒന്ന്, നമ്മുടെ സൈബർ ലോ അല്ല, ഇത് സംബന്ധമായ നിയമം വളരെ ദുർബലാണ്. നമ്മൾ ഏത് നിയമവും, ഇപ്പൊ BNSS ആയാലും ശരി, നേരത്തെ CRPC ആയാലും ശരി, ക്രിമിനൽ നിയമത്തിൽ ഇത്തരം കാര്യങ്ങൾ കോടതിയിൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഇത്ര എളുപ്പമല്ല. ഒന്ന്, ഏത് ഇൻസ്ട്രുമെന്റിലാണോ ഇത് പോസ്റ്റ് ചെയ്തത് അതിന്റെ IP അഡ്രസ്സും സാധനമൊക്കെ വേണം. പിന്നെ അത് ഡിലീറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പ്രശ്നമാണ്. ഈ ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പോലീസുമായിട്ട് സഹകരിക്കുന്നത് വളരെ കുറവാണ്. കാസർഗോഡ് ജില്ലയിലെ വളരെ പ്രശസ്തരായ ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൾക്കെതിരെ വളരെ മോശപ്പെട്ട ഒരു പോസ്റ്റ് എഴുതിയപ്പോ, അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം മുഖ്യമന്ത്രിക്ക് പരാതി നൽകി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് DGPക്ക് പരാതി നൽകി, കാസർഗോഡ് SP അന്വേഷിച്ചു, ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആരാ ചെയ്തു എന്താന്ന്. വളരെ മോശപ്പെട്ട പോസ്റ്റ് ആയിരുന്നു എഴുതിയിരുന്നത്. അങ്ങനെ ഇത് ഈ പോലീസിന്റെ വലിയ പരിമിതി പോലീസിനുണ്ട്. പക്ഷെ ഇപ്പൊ അണി റോസ് മാമിന്റെ ഒക്കെ ഗുണം എന്ന് പറയുന്നത് കൃത്യമായി ആളെ മനസ്സിലാക്കാൻ പറ്റിയതുകൊണ്ട്, അതായത് ഒറിജിനൽ ID-യിൽ ഇത് പോസ്റ്റ് ചെയ്താൽ നമുക്കൊരു പരിധി വരെ ആളെ നമുക്ക് പിടിക്കാൻ പറ്റും. അങ്ങനെ പിടിച്ചാൽ പോലും ആ കേസ് കോടതിയിൽ തെളിയിക്കണമെങ്കിൽ അതിന്റെ ഡാറ്റ മുഴുവൻ വേണം. ഏത് ഇൻസ്ട്രുമെന്റിൽ നിന്നാണോ അത് പോസ്റ്റ് ചെയ്തത്, ഏത് IP അഡ്രസ്സിനാണോ വന്നത്, അതും ഫേക്ക് ആക്കി ഉണ്ടാക്കാനുള്ള കഴിവ് പലർക്കും ഉണ്ട്. ഇപ്പം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, അതുപോലെ പിന്നെ വാട്സപ്പ്, ഇതൊക്കെ ഫേക്ക് ID ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാ ഉണ്ട്. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഈ ഫേക്ക് ID ഉപയോഗിച്ച് ഇത്തരം ക്രിയേറ്റ് ചെയ്യുന്നത് തടയാനുള്ള വല്ല മാർഗവും ഉണ്ടോ? ഇപ്പൊ നമ്മുടെ ആധാർ കാർഡോ അതുപോലെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഇഷ്യൂ ചെയ്ത ഏതെങ്കിലും ഐഡന്റിറ്റി കാർഡ് ഉള്ളവർക്ക് ഉപയോഗിച്ച് മാത്രമേ നിങ്ങൾക്കൊരു ID ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ എന്നൊരു അവസ്ഥ വന്നാൽ ഇത് പരിധി വരെ കുറയും. ഇത് പിന്നെ അതുപോലെ നേരത്തെ ശ്രീകണ്ഠൻ നായർ പറഞ്ഞതുപോലെ ഈ പത്രക്കാർക്കെതിരെയുള്ള സംഗതി എന്ന് പറയുന്നത്, ഒന്ന്, പത്രക്കാരും ചില കാര്യങ്ങൾ ഉത്തരവാദിത്തം കാണിക്കാറില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ആയാലും മീഡിയ ആയാലും ഈ തംബ്ലൈൻ കൊടുക്കുന്നത് വളരെ തീർത്തും വ്യത്യസ്തമായ തംബ്ലൈൻ കൊടുക്കും. സ്വാഭാവികമായിട്ടും അപ്പം നിങ്ങൾ ഈ പത്രഭാഷ എങ്ങനെയാണോ അതേ രീതിയിൽ ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. അതും ശരിയാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. ഭാഷയിൽ മാന്യത പത്രക്കാരും കാണിക്കണം, വിമർശിക്കുന്നവരും കാണിക്കണം. ഈ കാര്യത്തിൽ നമുക്ക് കൃത്യമായ പ്രോട്ടോകോൾ രൂപീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമൂഹം മുന്നേറേണ്ട അവസ്ഥയായി. ഭയങ്കരമായ സ്ത്രീവിരുദ്ധത പേറുന്ന ഒരു സമൂഹ കേരളം. ഭയങ്കരമായ പാട്രിയാറ്റിക് മെയിൽ ഷോവനിസ്റ്റ് വളരെ കൂടുതലുള്ള ഒരു സമൂഹ കേരളം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് സ്ത്രീവിരുദ്ധത വളരെ കൂടുതൽ. സ്ത്രീ രാഷ്ട്രീയക്കാർ അംഗീകരിക്കാൻ തയ്യാറല്ല, സ്ത്രീ പൊതുപ്രവർത്തകർ അംഗീകരിക്കാൻ തയ്യാറില്ല, സ്ത്രീകളായ സെലിബ്രിറ്റീസിനെ അംഗീകരിക്കാൻ തയ്യാറില്ല, സ്ത്രീകളായ കലാകാരന്മാരെ അംഗീകരിക്കാൻ തയ്യാറില്ല.